അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം നോക്കാം. കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്ക കുറച്ച് പഴക്കം വന്നു. ഇത് വേവിച്ച നെല്ലിക്കല്ല കേട്ടോ, പച്ച നെല്ലിക്ക തന്നെയാണ്. പച്ചക്ക് തിന്നാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ എടുക്കാതെ വന്നപ്പോൾ കുറച്ചൊന്ന് മോശമായിട്ടുണ്ട്. അതാണ് ഈ കളർ വ്യത്യാസം വന്നിരിക്കുന്നത്. അല്ലാണ്ട് വേവിച്ച നെല്ലിക്കയല്ല, നല്ല പച്ച നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, നല്ലെണ്ണ എടുത്തിട്ടുണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം കായപ്പൊടി. ഇനി നമുക്ക് ഇതിന് അത്യാവശ്യം നല്ല ടേസ്റ്റ് വരാൻ ആവശ്യമായ സാധനങ്ങളാണ്. കാന്താരി ഒരു 10-25 കാന്താരി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 വലിയ ചുള വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തണ്ട് വേപ്പില. ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തു. അപ്പോൾ ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിലാണ് ഞാൻ എന്ത് അച്ചാറാണെങ്കിലും ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ, ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഏകദേശം ഈ ഒരു എണ്ണ മതിയാവും. അപ്പോൾ ഈ നെല്ലിക്ക നമ്മൾ പണ്ടൊക്കെയാണ് നമ്മൾ ഭരണിയിലൊക്കെ ഇങ്ങനെ അച്ചാറിട്ട് കാലത്തോളം വെക്കുന്നത്. കാരണം അത് സീസണലായിട്ട് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ നെല്ലിക്ക എപ്പോഴും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ളത് കുറച്ചുണ്ടാക്കുക. അത് 1, 2, 3, 4, 5 ദിവസമൊക്കെ നല്ല സുന്ദരമായിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ അച്ചാർ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കറികളുള്ളപ്പോഴൊന്നും ഞാൻ അച്ചാർ എടുക്കാറില്ല. പിന്നെ എന്താ ചെയ്യുക, കുറേ ദിവസമൊക്കെ നമ്മൾ ഒത്തിരി സാധനങ്ങൾ ഒത്തിരിയും കറികളൊക്കെ കൂട്ടി ആവശ്യമായിട്ടൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 ദിവസത്തേക്കും വളരെ ഈ അച്ചാറും കഞ്ഞിയും ഒക്കെ വൈകുന്നേരം കഴിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിച്ച ധാരാളം കറികളൊക്കെ കൂട്ടി കഴിച്ചതിനൊക്കെ ഒരു ചെറിയൊരു ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഈ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ കാന്താരിയൊക്കെ നമുക്ക് എടുത്ത് കടിച്ച് തിന്നാം. അപ്പോൾ കൊളസ്ട്രോളൊക്കെ കുറയാനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ അതിനകത്ത് ചേർത്തിട്ടാണ് നമ്മൾ ഇവിടെ ഈ നെല്ലിക്ക അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് കടുകിടാം. അപ്പോൾ നമ്മുടെ കടുകെല്ലാം നല്ല പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ അല്പം താത്തി വെച്ചിട്ട് ഞാനിതെല്ലാം കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഈ കാന്താരിയൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊട്ടിത്തെറിക്കുക, ഇങ്ങനെ പൊട്ടിയൊക്കെ വരും. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണം. പക്ഷേ കാന്താരി, ഈ അച്ചാറിൽ കിടക്കുന്ന കാന്താരി എടുത്ത് കടിച്ചു കൂട്ടാൻ വളരെ ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നീങ്ങി നിൽക്കുവാണ്. ക്യാമറയും കൊണ്ട് നിന്ന് ജനവൽസ് ഓടിക്കളഞ്ഞു. കാരണം കാന്താരി ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, കാന്താരി അങ്ങോട്ട് വീഴുമ്പോഴത്തേക്കും തന്നെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നല്ലവണ്ണം ഒന്ന് നല്ലവണ്ണം കാന്താരിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലയും കൂടെ കിടന്ന് നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നെല്ലിക്കാച്ചാറിൻ്റെ, ഞാൻ ഉണ്ടാക്കുന്ന നെല്ലിക്കാച്ചാറിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ കാന്താരിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ, അതായത് മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ഞാൻ ഇതിനകത്ത് അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ തീയൊക്കെ നല്ലോണം കുറച്ച് വെച്ചേക്കണം കേട്ടോ, പൊടികളൊന്നും കരിഞ്ഞു പോകാൻ ഇടയാകരുത്. ഇടുമ്പോൾ തന്നെ നല്ലവണ്ണം മൂത്ത് നല്ല കളറ് കണ്ടോ. ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കുക. ഇനി വെള്ളം ഒഴിക്കുക. ഈ ഒരു പാത്രം വെള്ളം നമ്മൾ ഒഴിക്കുക. അപ്പോൾ നെല്ലിക്ക ഞാൻ അങ്ങനെ തന്നെ ഇട്ടേക്കുവാണ്. ഇനി ഇത് നല്ലവണ്ണം ഇനി അങ്ങ് തീ അങ്ങ് കൂട്ടി വയ്ക്കുക. ഈ നമ്മൾ ഈ നെല്ലിക്കാച്ചാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നമ്മൾ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം തന്നെ, ചിലപ്പോൾ നമുക്ക് 2 രീതി എടുക്കാം. കുറച്ച് ഗ്രേവി വേണ്ട അച്ചാറാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം പറ്റിച്ചെടുക്കുക. അതല്ല ഡ്രൈ ആയിട്ടുള്ള അച്ചാറാണ് വേണ്ടെങ്കിൽ ഈ വെള്ളം കംപ്ലീറ്റ് ഒന്ന് പറ്റിച്ചെടുക്കുക. ഈ വെള്ളം പറ്റുമ്പോഴത്തേക്കും നെല്ലിക്കയെല്ലാം നല്ലോണം വെന്ത് തനിയെ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറും. എന്നിട്ട് ഈ എണ്ണ മാത്രമാകും. മനസ്സിലായോ? ആ ഒരു അവസ്ഥ വരെ നമ്മളിത് പറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ഈ നെല്ലിക്കാച്ചാർ, എൻ്റെ അമ്മാമ്മയുടെ നെല്ലിക്കാച്ചാറാണ്. അപ്പോൾ ഓക്കെ, നമുക്കിത് തിളച്ച് പറ്റുന്നത് വരെ ഓക്കെ. എന്നിട്ട് അതിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ആ ഒരു ഇതെല്ലാം ലുക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കുക, കുറച്ച് സമയമെടുക്കുന്ന കാര്യമാണ്. സമയമെടുത്ത് തന്നെ ഈ വെള്ളം നല്ലവണ്ണം പറ്റി വരണം. വെള്ളം പറ്റി ഇത്ര ആയപ്പോഴുള്ള അവസ്ഥയാണിത്.
അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ ആ ഒരു ചാറെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഹെൽത്തി ആയിരിക്കും. നെല്ലിക്ക, കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഇതെല്ലാം കിടന്ന് തിളക്കുന്നതാണ്. ഇത് നമ്മൾ പറ്റിച്ചെടുത്തിട്ട് അവസാനത്തെ എണ്ണ മാത്രം ബാക്കിയാക്കും. എന്നിട്ട് അതിനകത്തൊരു വഴറ്റി എടുത്ത് വെച്ചാൽ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കാം. അപ്പോൾ എൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് എല്ലാവർക്കും ചേരണമെന്നില്ല. അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ലാവിഷായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് വിഭവസമൃദ്ധമായ കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-ാമത്തെയും 6-ാമത്തെയും ദിവസം ഇതുപോലെ ലഘുവായിട്ട് പോകും. അങ്ങനെയാണത് മാനേജ് ചെയ്ത് പോകുന്നത്. നമ്മൾ വലിയ മരുന്നുകളൊന്നും കൂടാണ്ട് നമുക്ക് എന്താ പറയുക, എല്ലാ കൊളസ്ട്രോൾ ആണെങ്കിലും എല്ലാം നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതേ ഉള്ളൂ. ചിലർക്കൊന്നും ഇന്നും ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഏകദേശം നെല്ലിക്കൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇതങ്ങ് കഷ്ണങ്ങളായിട്ട് മാറിക്കും. കണ്ടോ? ഇങ്ങനെ ഓരോന്നിനെയും നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. കഷ്ണങ്ങളായിട്ട് മാറും. സമയത്ത് തീയൊന്ന് ഞാൻ കുറച്ച് വയ്ക്കുകയാണ്. ചെറിയ തീയിലിരുന്ന് വഴറ്റി എടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇത് എടുത്ത് വെക്കാം കേട്ടോ. കുറച്ച് ചാറ് ആവശ്യമുള്ള അങ്ങനെ അച്ചാർ കൂട്ടാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്കെടുത്ത് ആറ്റി കുപ്പിക്കകത്താക്കി വയ്ക്കാം. ശരിയായി. ഓക്കെ, നമ്മുടെ എല്ലാ നെല്ലിക്കകളും ഇവിടെ കഷ്ണങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് പറയുന്നു, ഇതുപോലെ ചിലപ്പം ഗ്രേവിയുള്ള അച്ചാറാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് ഈ ഒരു അവസ്ഥയിലെടുത്ത് വയ്ക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള അച്ചാറാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണുമാണുള്ളത്. അപ്പോൾ തൽക്കാലം ഞാനൊന്ന് ഓഫാക്കിയാണ്. ലാസ്റ്റ് സ്റ്റേജ് ഞാൻ കാണിച്ചത്. അപ്പോൾ അടുത്തൊരു സ്റ്റേജാണ് കാണിക്കുന്നത്. കംപ്ലീറ്റ് വെള്ളം പറ്റിയിട്ടുണ്ട് കണ്ടോ. വെള്ളം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയുണ്ടല്ലോ, ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. ആ എണ്ണയിലാണ് നമ്മളിതിനെ ഇനി വരട്ടി എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇപ്പം സ്ലോവിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വഴന്ന് വരുന്നതനുസരിച്ചിട്ട് എണ്ണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആ ഒഴിച്ച എണ്ണ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതിനെ നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇപ്പോൾ 20 കണ്ടോ, എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടോ. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ തന്നെയാണ് അത്. ആ വെള്ളം കംപ്ലീറ്റ് പറ്റി കഴിയുമ്പോൾ ആ എണ്ണ ഇങ്ങനെ വരും. ഇനി ആ എണ്ണയിൽ നമ്മൾ ഈ ഗ്രേവി, ഇപ്പോൾ ആ ഗ്രേവി കംപ്ലീറ്റ് ഇതിന്മേൽ പിടിച്ചിട്ടുണ്ട് അല്ലേ. ഇതിങ്ങനെ പതുക്കെ അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട കാര്യം, തീ വളരെ കുറച്ചേ ഉണ്ടാകാവുള്ളൂ. കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ചെറു തീയിലിരുന്ന് എണ്ണയെല്ലാം ഇറങ്ങി വന്ന് പതുക്കെ നമ്മൾ എന്ത് ചെയ്യണം, വഴറ്റി എടുക്കണം. എന്നിട്ട് ചൂടൊക്കെ ആറ്റിയിട്ട് നല്ല ഒരു കുപ്പിക്കകത്താക്കി അടച്ചു വെച്ചാൽ ഒരു 5-6 ദിവസമൊക്കെ നമ്മുടെ വെളിയിലിരിക്കും. അതല്ലെങ്കിൽ കൂടുതൽ സമയം ഇരിക്കണമെങ്കിൽ നമ്മളത് കുപ്പി ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. അത് ആവശ്യ സമയത്ത് കുറച്ച് എടുക്കാം. ഇതിൽ ഈ അച്ചാറിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കാന്താരിയൊക്കെ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. ഉണ്ടോ, എണ്ണ പതുക്കെ തന്നെ ഉണ്ടോ, പതുക്കെ എണ്ണ എല്ലാം വന്നുകൊണ്ടിരിക്കും. ഇങ്ങനൊരു നെല്ലിക്കാച്ചാറ് അപ്പോൾ എനിക്ക് എന്താ പറയുക, കുറേ നാളായിട്ട് പാചകങ്ങളൊന്നും ഇടാറില്ല. കാരണം വളരെ കുറച്ച് പേരുണ്ട് കേട്ടോ നമ്മൾ പറയുന്ന ആ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ അവർക്കത് ഗുണമുണ്ടെന്ന് നമ്മൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരുണ്ട്.
അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും അവരുടെ ഒരു കമൻസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് വിളിച്ചിട്ട് ഇന്ന് ആ റെസിപ്പി കൊള്ളായിരുന്നു, ഞങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇട്ട് പോകുന്നു. എന്നാലും നമുക്ക് വിഷമമാണ്. കാരണം എന്താ പറയുക, ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു റെസിപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ആളുകൾ വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ ഒരു പാഷനാണ്. നമ്മളിത് പൈസയ്ക്ക് വേണ്ടിയോ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. നമ്മളൊരു എല്ലാവർക്കും ഓരോ താല്പര്യം ഉണ്ടാവുമല്ലോ. പിന്നെ 1-2 പേർക്കെങ്കിലും അത് ഉപകാരപ്പെട്ടു എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. അപ്പോൾ ഇത് ശരിക്കും ഞാൻ പറയുന്നത് നല്ലൊരു, ഇപ്പോൾ പലരും പറയാറുണ്ട് ടീച്ചറെ ചപ്പാത്തിയാണ് കഴിക്കുന്നത് പക്ഷെ എന്നിട്ടൊന്നും കൊളസ്ട്രോൾ കുറയുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? ചപ്പാത്തി ആയിരിക്കും കഴിക്കുന്നത്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്ന കറി മട്ടണോ ചിക്കനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ട്, നിങ്ങൾ ഡോക്ടർമാർ പറഞ്ഞ മരുന്ന് കഴിച്ചോട്ടോ, അതൊന്നും കഴിക്കരുതെന്ന് പറയുന്നില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് കഴിക്കാണ്ട് തന്നെ വർഷങ്ങളായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ഒരു പരിധിയിൽ അത് ഒരു പ്രാവശ്യം മാത്രം അല്പം കൂടിക്കണ്ടു. ആ സമയം മുതൽ നമ്മൾ ആഹാരത്തിന് നല്ല നിഷ്ഠയായ ചിട്ടകൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മളത് നല്ലവണ്ണം കീപ്പ് ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ ഞാനീ പറയുന്നത്, ഇപ്പോൾ ഈ അച്ചാർ ആരോഗ്യത്തിന് ഹാനികരമാണ്, ഇത്രയും എണ്ണയുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നമുക്കിത് ഹെൽത്തി ആയിട്ട് മാറുന്നതും നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വൈകുന്നേരം ഇപ്പോൾ ഗോതമ്പ് കഞ്ഞി, ഞാൻ അവരക്കഞ്ഞിൻ്റെ റെസിപ്പിക്ക് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഗോതമ്പ് കഞ്ഞി, അല്ലെങ്കിൽ സാദാ കഞ്ഞി, അല്ലെങ്കിൽ പൊടിയിരിക്കഞ്ഞി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആഴ്ചയിൽ നമ്മളൊരു 4-5 ദിവസം നമ്മൾ ആർഭാടമായിട്ട് ഭക്ഷണം കഴിച്ചോളൂ. പക്ഷേ 6-ാമത്തെ 7-ാമത്തെ ദിവസം വളരെ സിമ്പിളായിട്ടൊന്ന് ഭക്ഷണം കഴിക്കുക. അതിൽ ഞാൻ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും നന്നായിട്ട് തോന്നുന്നതും കഞ്ഞി തന്നെയാണ്. കഞ്ഞിയും ഇതുപോലെ ചെറിയ ചമ്മന്തിയുടെ റെസിപ്പിക്ക് ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പലതരത്തിൽ വെറൈറ്റി ചമ്മന്തിയിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ അച്ചാർ ഉണ്ടാക്കുക. എന്നിട്ട് അത് ഈ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു പ്ലേറ്റ് കഴിക്കാനല്ല പറഞ്ഞത്. നമ്മൾ എന്താ പറയുക, ഒരു ബൗള് കഞ്ഞി കുടിക്കാനായിട്ട് നമുക്ക് ഏകദേശം 1-2 കഷ്ണം മതിയാകും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് ആ 2 ദിവസം നമ്മൾ ഇങ്ങനെ കീപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് വളരെ മാറ്റം ശരീരത്തിലുണ്ടാകും. അപ്പോൾ ആ എണ്ണ പുറത്ത് വരാനുള്ളതെല്ലാം ഏകദേശം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ നിറമൊക്കെ മാറി നല്ലവണ്ണം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അച്ചാറിൻ്റെ ആ ഒരു നോക്കണം. നമുക്കൊരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ.